ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഞ്ജനാസ് വ്ലോഗിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന പാതിരാമണ ദ്വീപിലേക്കാണ്. അപ്പോൾ ഞങ്ങള് യാത്ര ചെയ്യുന്നത് കാനനവാസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷിക്കാരി ബോട്ടിലാണ്. ഏകദേശം ഞങ്ങൾ 9 പേരുണ്ട് യാത്രയ്ക്ക്. നമുക്ക് യാത്രയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കി വരാം. കവണാറ്റിങ്കര ജെട്ടിന്ന് ഒരു 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 ചെറിയ ഡ്രൈവ് പോവാണ്. ഇപ്പൊ നമ്മൾ നേരെ കായലിലേക്ക് ഇറങ്ങുന്ന കായലില് നമ്മൾ ചുറ്റിക്കറങ്ങി പാതിരാമണൽ ഒന്ന് കയറി പാതിരാമണലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 3 മണിക്കൂർ നേരമുള്ള റൈഡ് ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിസരങ്ങൾ, കായലും പരിസരങ്ങളും എല്ലാം ഒന്ന് കാണുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. യാത്രയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യും. നമ്മളിപ്പോൾ ഉള്ളത് കുമരകം ബാക്ക് വാട്ടറിലാണ്. കുമരകം വേമ്പനാട്ട് കായലില് മുഹമ്മ പഞ്ചായത്തിലുള്ള, ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിന് കീഴിലുള്ള പാതിരാമണൽ ദ്വീപിനടുത്താണ് ഇപ്പൊ നമ്മളുള്ളത്. പാതിരാമണൽ ദ്വീപ് ഏതാണ്ട് 50 ഏക്കറോളം വരുന്ന ഒരു ചെറിയ ദ്വീപാണ്. അവിടെ പണ്ട് ആൾപ്പാർപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവിടെ ആൾതാമസമൊന്നുമില്ല. അവിടെ ബോട്ടിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അവിടെ ഇറങ്ങി കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ എൻട്രി ടിക്കറ്റായിട്ട് 20 രൂപ ഫീസ് അടിച്ച് വേണം അതിനകത്ത് കയറാൻ. വളരെ നല്ല ഒരു സ്ഥലമാണ്. ഇങ്ങനെ വരുന്ന വിദേശ ടൂറിസ്റ്റുകൾക്ക് കാണാനും കണ്ട് ആസ്വദിക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് പാതിരാമണൽ. അങ്ങനെ നമ്മുടെ ഈ കൊച്ചി യാത്ര ആനന്ദകരമാക്കാൻ നമുക്ക് സുനിൽ കുമാർ എന്ന് പറയുന്ന നമ്മുടെ സുനിൽ ഏട്ടന്റെ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നല്ല മനോഹരമായ ഒരു പാട്ടാണ്. നമുക്ക് പാട്ടിലേക്ക് പോകാം. മാതളത്തേനുണ്ണാൻ പാടിപ്പറന്നു വന്ന മാണിക്കക്കുയിലാളേ, നീ എവിടെ, നിന്റെ കൂടെവിടെ, നീ പാടും പൂമരമെവിടെ, പന്തലിലിരുത്തിയാൽ നിലവിളക്ക്, മുമ്പിൽ വെച്ച നിറ പറയും നിൻ കണക്ക്, പന്തലിലിരുത്തിയാൽ നിലവിളക്ക്, മുമ്പിൽ വെച്ച നിറ പറയും നിൻ കണക്ക്, 5 തളിർ വെറ്റിലെ കാണപ്പെടൂ, കല്യാണമുറപ്പിക്കാൻ കൊണ്ടുവന്നേ, മാതളത്തേനുണ്ണാൻ പാടിപ്പറന്നു വന്ന മാണിക്കക്കുയിലാളേ, നീ എവിടെ, നിന്റെ കൂടെവിടെ, നീ പാടും പൂമരമെവിടെ, നീ പാടും പൂമരമെവിടെ, നീ പാടും പൂമരമെവിടെ. അങ്ങനെ സുനിലേട്ടൻ്റെ നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് ഞങ്ങളങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പാതിരാമണൽ ദ്വീപ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ബോട്ട് ഇറങ്ങുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ അന്നൊരു തിരക്കുള്ള ദിവസമാണ്. കാരണം ഇത് ഡിസംബർ 26, 2025 ഈ യാത്ര നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുമൊക്കെ ഉള്ള ഒരു ദിവസം കൂടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ
ബോട്ടൊക്കെ അടുപ്പിച്ചു. അങ്ങനെ ഇറങ്ങി ഫസ്റ്റ് ചെല്ലുന്ന ഈ ഒരു ഭാഗമാണ് എൻട്രൻസ് എന്ന് പറയുന്നത്. എൻട്രി ഫീസ് 20 രൂപയല്ല 50 രൂപയാണ്. മുഹമ്മ പഞ്ചായത്തിന് കീഴിലാണ് ഈ ടൂറിസ്റ്റ് സ്ഥലം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവർ ചെറിയൊരു ഫീസായിട്ട് 50 രൂപ വെച്ച് ഈടാക്കുന്നുണ്ട്. ഇത് മുഹമ്മ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ചെറിയൊരു സ്നാക്സ് ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് വേണ്ടവർക്ക് അത് വാങ്ങിച്ചിട്ട് നടക്കാം. ഏകദേശം ഒരു അരമണിക്കൂറോളമുള്ള ഒരു യാത്ര, 3/4 മണിക്കൂറോളം വരുന്ന യാത്രയാണ്. നമുക്ക് ഈ യാത്രയിലുടനീളം കാണാൻ സാധിക്കുന്നത് കാട്, വള്ളിപ്പടർപ്പ്, പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു വെള്ളക്കെട്ട ഒരു അരുവി പോലെ അല്ലെങ്കിൽ ചെറിയൊരു പുഴ പോലെ അങ്ങനെ അതിന് ചുറ്റും കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വേസ്റ്റുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം അവിടെ മാലിന്യം നിക്ഷേപിച്ചാൽ ഏകദേശം 5000 രൂപയോളം ഫൈനുണ്ട്. അതുകൊണ്ടായിരിക്കാം, ചിലപ്പം നന്നായിട്ട് ഇവർ ക്ലീനാക്കി ഇടുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ചവറുകളോ മാലിന്യങ്ങളോ ഒന്നും നമുക്ക് ഈ വഴി കാണാൻ സാധിക്കത്തില്ല. ഇപ്പം ഞങ്ങൾ നടക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് നല്ല നട്ടുച്ച സമയത്താണ്. എങ്കിൽ പോലും ഞങ്ങൾക്ക് അവിടെ ആ ഒരു വെയിലിൻ്റെ കാഠിന്യമൊന്നും നമ്മളിവിടെ കേൾക്കുന്നില്ല. പിന്നെ ഈ ദ്വീപിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ദ്വീപ് എന്ന് പറയുന്നത് നിരവധി അപൂർവ ഇനം ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രത്തിന് വളരെ പ്രസിദ്ധമാണ്. ഏകദേശം ഒരു 91% പ്രാദേശിക പക്ഷിവർഗ്ഗങ്ങളും 50ഓളം ദേശാടന പക്ഷികളും ഇപ്പോൾ ഈ കാട്ടിനകത്തുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ വരുന്നത് നട്ടുച്ച സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പക്ഷികളൊക്കെ സ്വതന്ത്രാവസ്ഥയിലായതിനാലും ആയിരിക്കണം ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പക്ഷികളെ ഒന്നും കാണാൻ സാധിച്ചില്ല. എങ്കിലും ഇതിലൂടെ ഉള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബ് തരുന്ന ഒരു യാത്രയാണ്. ഡിസംബർ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വെയിലുണ്ടെങ്കിലും ആ വെയിലിൻ്റെ ആ ഒരു ഇതൊന്നും നമ്മൾക്ക് ഫീൽ ചെയ്യത്തില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെളിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂട് കൊണ്ടിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്തായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ കാടിൻ്റെ ഉള്ളിലെ ആ പ്രദേശമായതുകൊണ്ടായിരിക്കാം നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഇതുവഴി നന്നായിട്ട് നടക്കാനായിട്ട് സാധിക്കും. അപ്പം പിന്നെ സൈഡിലൊക്കെ ചെറിയ വെള്ളക്കെട്ട് പോലെയുണ്ട്. ഇത് എന്താണ് എന്നറിയത്തില്ല. കണ്ടൽക്കാടുകളുണ്ട്, അതൊക്കെ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള നടത്തം ഞങ്ങൾ കുറേ ദൂരം നടന്നു. അത് കഴിഞ്ഞ് ചെന്നെത്തിയത് ഇതുപോലെയുള്ള ഒരു സ്ഥലത്തിലേക്കാണ്. അപ്പോൾ ഇത് ഒരു ഗുരുദേവ ക്ഷേത്രമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ചുറ്റും സൈഡിലായിട്ട് കുറേ ടൂറിസ്റ്റുകളുണ്ട്. ചിലരുടെയൊക്കെ ഈ ഊഞ്ഞാലൊക്കെ ആടുന്നത് കണ്ടിട്ട് നമുക്ക് പേടിയാകും. എന്നാൽ അവരത്ര അഡ്വഞ്ചറസ് ആയിട്ടാണ് ട്രിപ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ മാക്സിമം എൻജോയ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ ചെറിയൊരു ഹട്ട് പോലത്തെ അല്ലെങ്കിൽ ചെറിയൊരു കുടിൽ പോലത്തെ സാധനം കാണാൻ പറ്റും. അപ്പോൾ ഇതുവഴി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ വലിയ കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും ഈ യാത്രയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് പാതിരാമണൽ ദ്വീപിലുള്ള ചെറിയൊരു ഏറുമാടമാണ്. ഇത് ടൂറിസ്റ്റുകളെയൊക്കെ അട്രാക്ട് ചെയ്യുന്നൊരു സ്ഥലം കൂടെയാണ്. ഒരു സമയം 5 പേർക്ക് ഇതിൽ കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിൻ്റെ മുകളിൽ കയറിയാലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ ഏകദേശം അവസാനിച്ചു. പാതിരാമണലൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു. എല്ലാവർക്കും ട്രിപ്പൊക്കെ വളരെ ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളിനി ഞങ്ങളുടെ ബോട്ട് കാത്തു നിൽക്കുകയാണ്. ബോട്ട് വരാൻ താമസിച്ചപ്പോൾ അവിടുത്തെ ചില മനോഹര കാഴ്ചകളും ഞാനങ്ങനെ പകർത്തി. നല്ല മനോഹര കാഴ്ചയാണ് നമുക്ക് ചുറ്റും കാണാനായിട്ടൊക്കെ ഉള്ളത്. അത് അങ്ങനെ കാണുന്നതാണ് ഞങ്ങൾക്കായിട്ടുള്ള ബോട്ട്. അവർ മാറ്റി എന്തോ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾ പാതിരാമണലിനോട് യാത്ര പറഞ്ഞു. ഞങ്ങൾ സുല്ലിയേട്ടൻ്റെ പാട്ടിലേക്ക് വീണ്ടും തുടങ്ങി. ഗീതത്തോടാണോ പറയും നിനക്കേറ്റം ഇഷ്ടം അതുപോലെ ഉത്തരവാദിത്വം രാധവൻ പ്രേമത്തോടാണോ പാടും ഗീതത്തോടാണോ പാടും ഗീതത്തോടാണോ പാടും ഗീതത്തോടാണോ. അപ്പോൾ
നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ പാട്ടുപാടിൽ അവസാനിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ സഞ്ചാരവും ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ കുമരകത്തെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്താണ് കുമരകത്തിലെ വേമ്പനാട്ട് കായലിലൂടെയുള്ള യാത്രയാണ് ഇത്രയും നേരം നമ്മൾ ആസ്വദിച്ചത്. പാതിരാമണൽ സന്ദർശിച്ച് ഇനിയും ഒട്ടേറെ സ്ഥലങ്ങളിലൂടെ പോകാനുണ്ട്. എന്നാലും നമ്മളൊരു ചുരുങ്ങിയ യാത്ര 3 മണിക്കൂർ നേരമുള്ള ഒരു ചുരുങ്ങിയ യാത്ര കൊണ്ടാണ് നമ്മൾ പാതിരാമണൽ വരെ പോയി തിരിച്ചു വന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇനിയും ഒരവസരം കിട്ടുകയാണെങ്കിൽ വേമ്പനാട്ട് കായലിൽ മുഴുവനും സഞ്ചരിച്ച് ഒരു ദിവസം വൈകുന്നേരം വരെ സഞ്ചരിക്കാനൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിന് ഒരു സമയവും സന്ദർഭമൊക്കെ ഒത്ത് എല്ലാവരും വീണ്ടും വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനിടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ സന്തോഷകരമായ ഞങ്ങളുടെ ഈ കൊച്ചു യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അതുപോലെ തന്നെ ഞങ്ങളെ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ കൊച്ചു ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.